പ്രചാരണ രംഗത്ത് സജീവമായ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങൾ. ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം നടക്കുക. രാവിലെ വെള്ളിക്കുളങ്ങര വനവാസി കോളനി സന്ദർശിക്കും. പിന്നീട് പുതുക്കാട് മേഖലയിലെ കുടുംബശ്രീകളും വിവിധ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും സന്ദർശിക്കും. മൂന്നുമുറി പള്ളിയിലും അദ്ദേഹം ദർശനം നടത്തും. വൈകിട്ട് റോഡ് ഷോയിൽ പങ്കെടുത്ത് പുതുക്കാട് മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് ആവേശം പകർന്നാകും അദ്ദേഹം മടങ്ങുക. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട പര്യടനം എന്നുള്ളതിലുപരി സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർക്ക് അടുത്തറിയാവുന്നതാണ്. അത്രയും വലിയൊരു മനുഷ്യസ്നേഹിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആരും ആവശ്യപ്പെടാതെ തന്നെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണം ഒരു സ്ഥാനാർത്ഥിയായി കൂടി തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അത്രത്തോളം വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുതുക്കാട് മണ്ഡലത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് പ്രചാരണ പരിപാടികൾ? ലക്ഷ്മി, വൻ ജനസ്വീകാര്യത തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പ്രചാരണത്തിനായി പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിന്റെ ഭാഗമായി രാവിലെ വെള്ളിക്കുളങ്ങരയിലേക്ക് അദ്ദേഹം എത്തും. അതോടൊപ്പം തന്നെ ഈ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം വനവാസി കോളനിയിൽ നിന്നും 2-ാം തീയതി മുതൽ 2 കുട്ടികളെ കാണാതായതായി ഒരു സംഭവമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി. ഈ വീട് സുരേഷ് ഗോപി ഇന്ന് സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മാതാപിതാക്കളെ സുരേഷ് ഗോപി കാണും. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ, അതായത് ഈ പുതുക്കാട് മേഖലയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തും. കഴിഞ്ഞ ദിവസം ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നുമാണ് പ്രചാരണം ആരംഭിച്ചത്. അവിടെ ദർശനം നടത്തിയ ശേഷം ഓരോ സ്ഥലങ്ങളിലും, ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളെയൊക്കെ കണ്ടു. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലൊരു ജനപിന്തുണ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ.ഡി.എയുടെ ഈ ഒരു ജനസ്വീകാര്യത കണ്ടുകൊണ്ട് മറ്റ് പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും ഈ സ്ഥാനാർത്ഥികൾക്കുമൊക്കെ ഒരു ഭയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പല മേഖലയിൽ നിന്നും ഈ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഈ പ്രചാരണ രംഗത്ത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനമായിട്ടില്ല എങ്കിലും ഈ ജില്ലയിലെ വിവിധയിടങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തുമ്പോഴും ഓരോ കാര്യങ്ങളും, അതായത് വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഓരോ സ്ഥലത്തും ചർച്ചയാകുന്നത്. കാരണം ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കൃത്യമായും കഴിഞ്ഞ എം.പിക്ക് ഇവിടെയൊന്നും തന്നെ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഓരോ ജനങ്ങളും പ്രതികരിക്കുന്നത്. എന്നാൽ അതിനൊരു മാറ്റം വരണം, അതിന് സുരേഷ് ഗോപി വിജയിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ഒന്നായി പറയുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇന്ന് വൈകുന്നേരം ഉണ്ടാകും. പുതുക്കാടാണ് റോഡ് ഷോ നടക്കുക. അതിലും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടാകുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം ആ റോഡ് ഷോയിൽ അണിനിരക്കുന്നത്. അത് ബി.ജെ.പി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളും ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. സുരേഷ് ഗോപി വിജയിച്ചാൽ ഈ തൃശ്ശൂരിൽ മാറ്റം വരും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹവും ഉറപ്പു കൊടുക്കുന്നത്. ഓരോ പ്രചാരണ രംഗത്തും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ വികസന കാഴ്ചപ്പാടുകൾ അതൊക്കെ തന്നെ ജനങ്ങൾ ഹൃദയത്തിൽ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓരോ സ്വീകരണവും നമ്മൾ കാണുന്നതാണ്. ഹൃദയത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് ഈ പൊതുജനങ്ങളും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ റോഡ് ഷോയിൽ അദ്ദേഹം നടത്തുന്ന വിവിധ റോഡ് ഷോകളിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ റോഡ് ഷോകളിൽ പങ്കാളികളാകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു പ്രവർത്തകർക്ക് അത്രത്തോളം ആവേശമാണെങ്കിലും എതിരാളികൾക്ക് ഒരു ഉൾഭീതി ഉണ്ടാകുമല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ KSB ഫ്യൂസ് ഊരി ഇരുട്ടലാക്കി എന്നുവരെയുള്ളൊരു ആക്ഷേപം ഉയർന്നത്, അല്ലേ? തീർച്ചയായും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ റോഡ് ഷോയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഇരുവശത്തെയും സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്തത്. അത് തന്നെ ജനങ്ങൾ പ്രതികരിച്ചിരുന്നു. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ അവർ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. കാരണം ഇത്തരമൊരു റോഡ് ഷോ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാക്കുന്നു. അത് ഇരുമുന്നണികളുടെയും ഭീതി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് അവിടെയുള്ള ജനങ്ങളും പ്രതികരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി വിജയിക്കുമെന്ന് മുന്നണികളും ഭയപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട്
ഇരു മുന്നണികൾക്കും ഇവിടെ പ്രസക്തി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം വികസന മുരടിപ്പിലായ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനെ വികസന കുതിപ്പിലേക്ക് നയിക്കുവാൻ ഒരു ജനനായകൻ വരുമെന്ന് തന്നെയാണ് ഈ ജനങ്ങളുടെ പ്രതീക്ഷ. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പ്രചാരണ രംഗത്തും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലാണ് ജനങ്ങളുടെ പ്രതികരണവും. അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും, അതായത് ഈ തുടക്കം മുതൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഓരോ മണ്ഡലത്തിലെ പര്യടനത്തിലും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോകളും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും കൃത്യമായും അവിടെയുള്ള സാമുദായിക നേതാക്കളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപന ഉടമകളും ജീവനക്കാരും ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രായഭേദമന്യുള്ള വോട്ടർമാർ അദ്ദേഹത്തോട് ഈ തൃശ്ശൂരിനൊരു മാറ്റം വരണമെന്നുള്ള കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് അദ്ദേഹവും ഉറപ്പു നൽകുന്നത്. മനോജ്, നമുക്കറിയാം ഒരുപക്ഷെ പല രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മാനസികമായി കൂടി തളർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട മാതാവ് മേരിക്ക് സ്വർണ്ണ കിരീടം നൽകിയ സംഭവത്തിൽ പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും കൃത്യമായി ആർജവത്തോടെ പറയാൻ സാധിക്കാത്ത UDF കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്വർണ്ണ കിരീടത്തിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട്, എത്ര ചെമ്പാണ് എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം അതിന് കൃത്യമായി മറുപടിയും പറഞ്ഞു. നമുക്കറിയാം തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ സഹകാരി സംരക്ഷണ യാത്ര ഈ സഹകരണ ബാങ്കുകളിൽ പണം നഷ്ടപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസമായി അവർക്കൊരു പിന്തുണ നൽകിക്കൊണ്ടുകൂടി അദ്ദേഹം നടത്തിയ ഒരു യാത്രയുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ സാമ്പത്തിക സഹായം വേണ്ടവർക്ക് അദ്ദേഹം അതുവരെ നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൃത്യമാണ്. കാരണം കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് അന്വേഷിക്കുന്നവർ കരുവന്നൂർ പോലെയുള്ള സഹകരണ ബാങ്കുകളിൽ പണം നഷ്ടപ്പെട്ടവരുടെ എണ്ണം പോയി തിട്ടപ്പെടുത്തട്ടെ, അതിനുശേഷം അത് കിരീടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന്. തീർച്ചയായും അദ്ദേഹം അതിൽ കൃത്യമായും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല കാര്യങ്ങളും മറച്ചു പിടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കിരീടത്തിന്റെ അളവെടുക്കുവാൻ വേണ്ടി ഇവർ വരുന്നതെന്നും അത് നേർച്ചയായി സമർപ്പിച്ചതാണ്, അത് അവിടെയുള്ള പുരോഹിതർക്കും അറിയാം എന്നുള്ള കാര്യം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ അളവെടുക്കാൻ വരുന്നവർ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കൊള്ളയെക്കുറിച്ചും പറയണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും അതിലൊന്നും തന്റെ ഊർജം ചോരുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു ജനസ്വീകാര്യത തന്നെയാണ് അതിനുള്ള മറുപടി. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ അവരുടെയൊക്കെ കാര്യങ്ങൾ, അതായത് ഈ തൃശ്ശൂരിന്റെ വികസന മുരടിപ്പിനെ മറച്ചു പിടിക്കുകയാണ്. അതിൽ കൃത്യമായി മറുപടിയൊന്നും ഇല്ലാത്തവരാണ് ഇത്തരത്തിൽ കിരീടത്തിന്റെ ഉൾപ്പെടെ അളവെടുക്കാൻ വരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ലക്ഷ്മി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് ശ്രീ സുരേഷ് ഗോപി. ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.